അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ നേരുകയാണ്. അല്ലാഹു തആലാന്റെ അനുഗ്രഹത്തിൻ്റെ ഫലമായി നോമ്പ് നോൽക്കുവാനും പെരുന്നാളിൽ പങ്കുകൊള്ളുവാനും ഒക്കെ അല്ലാഹു തൗഫീക്ക് നൽകി. ഇതൊക്കെ ഈ ആഘോഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആൻ നൽകിയതിനുള്ള നന്ദിയാണ് നോമ്പ്. നോമ്പെടുത്തതിൻ്റെ സന്തോഷമാണ്, സമ്മാനമാണ് പെരുന്നാൾ എന്നുള്ളത്. അതല്ലാതെ ആർഭാടം കാണിക്കാനും പൊങ്ങച്ചം കാണിക്കാനും പണം വാരിയെറിയാനും വേണ്ടിയുള്ളതല്ല. അള്ളാഹുവിനെ ഓർക്കാനും അവനെ വാഴ്ത്താനുമാണിതൊക്കെ. ലോകത്ത് പല ഭാഗങ്ങളിലും യുദ്ധക്കെടുതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് വീടുകൾ തകരുന്നു, കെട്ടിടങ്ങൾ തകരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ അതിൻ്റെ പ്രയാസങ്ങളുണ്ട്. ഹോട്ടലുകൾ പൂട്ടുന്നു, ഗ്യാസിൻ്റെ പ്രശ്നം, വീടുകളിൽ ഗ്യാസ് കിട്ടാനില്ലാത്ത പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മളെപ്പോഴും ദുആ ചെയ്യുകയും ഈ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾ അവിടെ തന്നെ ആ രാജ്യത്തുള്ള ആളുകൾ തന്നെ യുദ്ധത്തിന് എതിരായിട്ട് തന്നെ പ്രക്ഷോഭങ്ങളുമായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും സമാധാനം ആഗ്രഹിക്കുന്നവരുണ്ട്, അവരാണ് ബഹുഭൂരിപക്ഷം. അക്രമങ്ങളെ അംഗീകരിക്കാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. മനുഷ്യൻ സമാധാനവും സ്വസ്ഥതയുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ചില ഭരണാധികാരികളുടെ ക്രൂരത കൊണ്ടാണ് നാടുകൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഓർക്കാനാണ് പെരുന്നാൾ. അള്ളാഹുവിനെ ഓർക്കാനാണ് നോമ്പും നിസ്കാരവും ഒക്കെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പെരുന്നാൾ ജുമാക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് അള്ളാഹു മലക്കുകളോട് പറയുമെന്നാണ്. ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളോട് പറഞ്ഞു, നോമ്പെടുക്കാൻ അവർ നോമ്പ് പൂർത്തീകരിച്ചത് അവർ എന്നെ ഓർക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വലിതുക്കബ്ബിറുല്ലാഹ അലാമ ഹദാക്കും, തക്ബീർ ചൊല്ലി അള്ളാഹിനെ വാഴ്ത്താനാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹുവിനെ വാഴ്ത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യുദ്ധക്കെടുതികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, നിരപരാധികൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളതൊക്കെ മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യുകയും വളരെയധികം അള്ളാഹിനെ ഓർക്കുകയും കൂടിയാടുക എന്ന് പറഞ്ഞാൽ കുടുംബ സന്ദർശനങ്ങൾ നടത്തലും അതൊക്കെ വളരെയധികം പുണ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നല്ലൊരു പെരുന്നാൾ നൽകിയതിന് അള്ളാഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹം ചെയ്ത് അള്ളാഹിനോട് നന്ദി കാണിക്കേണ്ട സമയമാണ്.